ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ ഭർത്താവ് ദേവയാനിയോട് പറയേണ്ടതൊക്കെ പറഞ്ഞ് ദേവയാനി അവസാനം അവിടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ടോ. എന്നിട്ട് നയനിയോട് അവിടെ കയറിയിരിക്കാനും പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഫുഡിനെ അപമാനിച്ച് എഴുന്നേറ്റ് പോകുന്നവരെ കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജയപാല് പറയുകയാണ്. പണ്ട് അഭിയാണെങ്കിലും വിശപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പട്ടിണിക്കിട്ടാണ് അത് മനസ്സിലാക്കി കൊടുത്തത്. നിനക്ക് ഓർമ്മയുണ്ട് ആദർശെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആദർശ പതുക്കെ തലകുലുക്കുക. അങ്ങനെയുള്ള വീടാണിത്. ഇവിടെ ആഹാരം വെറുതെ കളയാനൊന്നും പറ്റത്തില്ല. ആഹാരം വെറുപ്പിൻ്റെ പേരിൽ മാറ്റി വെക്കാനും പറ്റില്ല. ആദർശെ, നീ അങ്ങോട്ട് കഴിക്കുക, ഞാനുമോളെ കഴിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവി ഇങ്ങനെ മനസ്സിലോർക്കുക, സ്വന്തം ഭാര്യ പോലും തള്ളിക്കളഞ്ഞിട്ട് ഇയാൾ ഇവളെ ഓട്ടുവാണ്. ഇതേസമയം നയനിയും ആദർശം കൂടി ഇരുന്ന് ഒരുമിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് അടുക്കളയിൽ നിന്ന് ദേവയാനി ആ ഒരു ദേഷ്യം മൊത്തം ആ കണ്ണുകളിലുണ്ട് കേട്ടോ. ഇവരെ നോക്കി ദഹിപ്പിച്ച് കൊല്ലുകയാണെന്ന് പറയാം. പക്ഷേ നയന് മൈൻഡ് ചെയ്തില്ല കേട്ടോ. നയന് ഇരുന്ന് ഭക്ഷണം കഴിക്കുക തന്നെ ചെയ്തു. എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാനും എൻ്റെ മകൻ്റെ ജീവിതം തൊലയ്ക്കാനായിട്ടുമാണ് അവൻ്റെ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൾ എൻ്റെ സ്ഥാനത്ത് എൻ്റെ കസേരയിൽ കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മാത്രം അവൾ വളർന്നോ? എനിക്കതൊന്ന് അറിയണം. നോക്കിക്കോ, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ഈ വീട്ടിൽ നിന്ന് അവളെ ഞാൻ കെട്ടിച്ചില്ലെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതെല്ലാവർക്കും പിന്നെ ഒരു ദിവസം മനസ്സിലാകും എന്നൊക്കെ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. അപ്പം നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. മറ്റൊന്നുമല്ല, എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കാണണം. ലൈക്ക് പരമാവധി എത്രത്തോളം നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ചാനൽ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തും. നമ്മുടെ പഴയതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കാണാം. സമയം ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നവി എല്ലാവരും അവിടെ നിന്ന് പോയി. നവിയും മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നവിക്കാണെങ്കിൽ വയറിനും ആകെ പ്രശ്നമുണ്ട്. എല്ലാ ഫുഡും എടുത്ത് വാരി വലിച്ച് കഴിച്ചതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വയറിന് മാറിയിട്ടുമില്ല. അതിൻ്റെ കൂടെ തന്നെ ആകെ ടെൻഷനും. ഇവരെല്ലാവരും പോകാൻ പറഞ്ഞിരിക്കുകയല്ലേ, ഹോസ്പിറ്റലിൽ പോകുന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. ആ സമയത്താണ് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വരുന്നത്. അഭി റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, നീ എന്താ ഇതുവരെ റെഡിയാവാത്തത്? ഇറങ്ങാറായില്ലേ? പോകണ്ടേ? എല്ലാവരും ആണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഞാൻ ആശുപത്രി കൊണ്ടുപോകാത്തതാണെന്നൊക്കെ പറഞ്ഞ്. നിന്നോട് പറഞ്ഞിട്ട് നീ അത് അനുസരിക്കാത്തതാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുമോ? അല്ലെങ്കിൽ മുത്തശ്ശിനും ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും വല്യമ്മയ്ക്കും എല്ലാവർക്കും അതെ, എന്നെ കുറ്റപ്പെടുത്താനാണ് നേരം. എൻ്റെ അമ്മയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനേ സമയമുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്ന് നവി ഇങ്ങനെ ചോദിക്കുക. ഇങ്ങനെ നീയും കൂടെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മര്യാദയ്ക്ക് ഇനി ആൾക്കാരുടെ മുന്നിൽ എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇറങ്ങി അങ്ങോട്ട് റെഡിയായിട്ട് വാ. അപ്പോഴേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വന്നു. ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അമ്മ ഇപ്പോഴും കൂടെ എന്നെ ചീത്ത പറഞ്ഞിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ. എന്തിനാണ് ഞാൻ വെറുതെ അമ്മയുടെ വഴക്ക് കേൾക്കുന്നത്? മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായിട്ട് വന്നേ, നീ എന്താ റെഡിയാവാത്ത ഇതുവരെ? അതെ, ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം, ഒരുപാട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ ക്ഷീണമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിന്ന് പോകാനായിട്ട് റെഡിയാവാത്തത്. നമുക്ക് നാളെ പോകാം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നാളെ പോകാമെന്നോ? എന്ത് ക്ഷീണം ഉണ്ടെങ്കിലും സാരമില്ല, ഇന്ന് തന്നെ പോകണം. ഇന്നാണെങ്കിൽ അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, നീ പെട്ടെന്ന് റെഡിയായാൽ മതി, പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം. ഇതിന് മാത്രം ക്ഷീണമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഫാമിലി ഡോക്ടറാണെങ്കിൽ ഇന്ന് അവിടെ ഇല്ല, വേറൊരു ഡോക്ടർ വേണം നമ്മളിന്ന് കാണിക്കാനായിട്ട്. അപ്പോഴേക്കും ഇവള് പറഞ്ഞു, ഈശ്വര, ഇവള് മനസ്സിലോർക്കാന്നോ, ഈശ്വര, ആ ഡോക്ടറും ഇല്ലേ? ആ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡോക്ടറെ പേടിപ്പിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ നവി ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക. നീ എന്താടി റെഡിയാവാത്തതാ? നിനക്ക് നിൻ്റെ വയറ്റിൽ കുഞ്ഞിനെ കുറിച്ചൊരു ചിന്തയൊന്നും ഇല്ലേ? ഇങ്ങനെ ഇതുപോലെ ഛർദ്ദിക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന മുത്തശ്ശി അമ്മ പറഞ്ഞൊന്നും നീ കേട്ടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതോ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ വേണ്ടേ? അതോ നിൻ്റെ വയറ്റ് കുഞ്ഞില്ലേ? അല്ല, ഇവളുടെ ഇപ്പം ഭാവമൊക്കെ കണ്ടിട്ട് ഇവളുടെ വയറ്റ് കുഞ്ഞില്ലാത്തതുപോലെയാണല്ലോ. അപ്പോഴേക്കും അഭി പറഞ്ഞു, അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇവൾക്കൊരു ഗർഭിണിയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ നവി പറഞ്ഞു, ദേ അഭി, ഞാനിവിടെ പുറത്ത് കിടന്നിട്ട് കുറേ നേരമായി ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും തുടങ്ങിയിട്ട്. ഇതൊന്നും നിൻ്റെ കണ്ണിലല്ലേ കാണുന്നത്? ഇതൊക്കെയല്ലേ ഗർഭിണികളുടെ ലക്ഷണം? ഒരു ദിവസം ഒന്ന് ഓക്കാനിക്കുന്നതാണോ ഗർഭിണികളുടെ ലക്ഷണം? അതൊന്നും അല്ല. ഈ മുഖത്ത് ചെറിയ തുടുപ്പും ശരീരത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നിനക്കിത് അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഇത്ര മാസമായി, നിങ്ങൾക്ക് വയറ് പോലും വെറുക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ സംശയിച്ച് പോകുന്നതിലാണോ തെറ്റുള്ളത്? എന്തായാലും നീ വാ ഇങ്ങോട്ട്. അപ്പോൾ നവി പറയുന്നുണ്ട്, എൻ്റെ വയറ്റ് കുഞ്ഞുണ്ടോ ഇല്ല എന്നൊക്കെ അവിടെ പോയി ചെന്ന് കഴിയുമ്പോൾ അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ അറിയണം, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഇതെങ്ങനെ ഇവരിൽ നിന്നൊന്ന് രക്ഷപ്പെടാമെന്നുള്ള ശ്രമത്തിൽ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജലജയും അഭി അങ്ങ് പോവുകയും ചെയ്തു. ഇതേ സമയം ഗോവിന്ദൻ മകളെ കാത്തിങ്ങനെ ഇരിക്കുക കേട്ടോ. മകൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഉമ്മർത്തിങ്ങനെ നിൽക്കുകയാണ്.
അപ്പോഴേക്കും കനക വന്നിട്ട് ഇതെന്താ ഇതുവരെ ഭക്ഷണം കഴിക്കാത്ത, വന്ന് കഴിച്ച സമയം ഇത്ര ആയില്ലേ, ഇനിയെങ്കിലും വന്ന് കഴിക്കുക, അസുഖമൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കനക അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു എന്തായാലും നയനമോളൂടെ വരട്ടെ, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, എത്ര നേരമായിട്ട് അവൾ വന്നില്ലല്ലോ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്ന് കനക ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് കൂട്ടണ്ട, വെറുതെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ഇങ്ങനെ ചിന്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ വഴക്ക് പറയുകയാണ്. നിൻ്റെ വായിൽ നല്ല ഒന്നും വരത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അല്ല, ഇന്നലെ അത് പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ, അതോർത്തിട്ട് ഞാൻ പേടിച്ചിട്ടാണ്. ആ സമയത്താണ് നമ്മുടെ കനകയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ദേ നയനമോളാ വിളിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ് കേട്ടോ, സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് ഇവർ. അപ്പോൾ ഗോവിന്ദ ചോദിച്ചു എന്താ മോളെ ഇതുവരെ വരാത്തത്? ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നു, അപ്പോഴേക്കും എനിക്കിന്ന് വരാൻ പറ്റില്ല അച്ഛാ. അപ്പോൾ നമ്മുടെ വിളി ചോദിക്കുകയാണ്, കനക ഫോൺ മേടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പറ്റിയേ, എന്താ മോളിന്ന് വരാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ആദർശേട്ടൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, എനിക്കത് ഇവിടെ ഇരുന്നാലേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കനക പറഞ്ഞു ഒത്തിരി സന്തോഷമായി മോളെ, ഒത്തിരി സന്തോഷം, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷവും നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങൾ വരെ നോക്കുന്നുണ്ടല്ലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ വലിയ ഡിസൈനറായിട്ട് കാറിലൊക്കെ വന്ന് ഇറങ്ങണം. അപ്പോഴേക്കും നയന പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല, നമ്മുടെ ഞാൻ അവിടെ ചെയ്യുന്ന ശിലകളും അതുപോലെയുള്ള പ്രതിമകളും ഒക്കെ നിർമ്മിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അല്ലാതെ എനിക്ക് ഈ ഡിസൈനിലൊന്നും ഒരു താല്പര്യമില്ല. നമ്മുടെ വീട്ടിൽ ആ ദൈവങ്ങളുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ജോലി തന്നെയാണ് എൻ്റെ മനസ്സ് നിറയ്ക്കുന്നത്. അത് ഉണ്ടാക്കി വെച്ച് നോക്കിക്കഴിയുമ്പോഴേക്കും ശരിക്കും ദൈവത്തെ മുന്നിൽ കാണുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും കനക പറഞ്ഞു, കനകയും ഗോവിന്ദനും പറഞ്ഞു എന്തായാലും മോളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ മോൾ ചെയ്തോ, മോളുടെ ആഗ്രഹം പോലെ ചെയ്തോ. അപ്പോഴേക്കും എന്നാൽ ശരി അമ്മ, ഞാൻ നാളെ വരാട്ടോ, നാളെ വന്ന് തീർച്ചയായിട്ടും വന്ന് എല്ലാം തീർക്കാം. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു മോള് പേടിക്കുകയൊന്നും വേണ്ട, മോൾക്ക് സമയം പോലെ മോള് വന്നാൽ മതി, ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്തു വെക്കാം. അപ്പോൾ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെടുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലെന്നേ, എനിക്ക് പറ്റുന്ന ജോലികൾ ഞാൻ ചെയ്തു വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം. ഇതേ സമയം നമ്മുടെ ഗോവിന്ദ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കനകയോട് ചോദിച്ചു, കണ്ടോ നമ്മുടെ നയനമോളായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്നലെ എത്രയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വാശിപ്പുറത്ത് ഇങ്ങനെ ഭർത്താവിനെ സഹായിക്കാനായിട്ടിരിക്കും, അല്ലെങ്കിൽ അവിടെ പിണങ്ങിയിരിക്കും, പക്ഷേ നമ്മുടെ മോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. എൻ്റെ മോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ മോൾ മാത്രമല്ല എൻ്റെ കൂടെ മോളാ എന്ന് പറഞ്ഞ് നമ്മുടെ കനക. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു സമ്മതിച്ചു, നിൻ്റെ മോള് തന്നെയാണ്, എന്നാ ബാ നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനും കൂടി അകത്തേക്ക് കയറി പോവാണ്. എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ അങ്ങോട്ടേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കുറേ സ്ത്രീകൾ എത്തുകയാണ് കേട്ടോ, കുറച്ച് സ്ത്രീകൾ എത്തുകയാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിൻ്റെ അച്ഛനും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഹോളിൽ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ദേവയാനിയും ജലജയും നയനയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സോറി, ജലജയില്ല കേട്ടോ, ജലജയൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കല്ലേ, ബാക്കി എല്ലാവരും അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവരകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിങ്ങളാരാ മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മഹിളാ സംഘടനയുടെ ആൾക്കാരാണ്, ഇവിടെയുള്ള മഹിളാ സംഘടനയുടെ ആൾക്കാരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദർശോർത്തി ഈശ്വര ഇവളെന്തെങ്കിലും കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ, നയനെ ഇനി എന്തെങ്കിലും കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നയനെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും നയനെ പതുക്കെ ചിരിക്കുക കേട്ടോ, നയനെ ഇവനിങ്ങനെ ആക്കി ചിരിക്കുന്ന പോലെ ചിരിക്കുക, അവൾ കേസ് എന്തോ കൊടുത്തിട്ടുണ്ട്, അതാണ് അവളിങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കാണ്. അപ്പോഴേക്കും ഈ ആദർശിൻ്റെ അച്ഛൻ ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്തിനാണ് വന്നത്? ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. എങ്ങനെ അറിഞ്ഞു? ഈ കുടുംബത്തെ പറ്റിയും ഈ കുടുംബത്തിലെ ആൾക്കാരെല്ലാവരും കൂടി എത്ര സ്നേഹത്തോടെയും ആദരവോടും കൂടിയാണ് ഈ വീട്ടിലെ മരുമക്കളെ നോക്കുന്നത് എന്ന് ആ ഇൻ്റർവ്യൂവിൽ നിന്നും നയനയുടെ ഇൻ്റർവ്യൂവിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നിടത്ത് മാത്രമല്ല, സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാകുന്നിടത്തും ഞങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല നയനയോട് പറയാണ്, എന്തായാലും നിങ്ങളുടെ ഭർത്താവ് ഇത്രയും വലിയൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഇത്രയും വലിയ ജ്വല്ലറിയുടെ ഉടമയായിട്ട് പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും മാത്രമല്ല, വെറുതെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചില്ലോ ചെയ്തത്, നിങ്ങളോടൊപ്പം ചെളി ചവിട്ടി നിങ്ങളുടെ ആ ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം കൂടിയില്ലേ. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എല്ലാവർക്കും എല്ലാ ഭർത്താക്കന്മാർക്കും മാതൃകയാണ് ആദർശ് എന്നൊക്കെ ഇങ്ങനെ പറയണത്. മറ്റാരെ കൊണ്ടും ചെയ്യാനായിട്ട് പറ്റില്ല.
എല്ലാ സ്വാതന്ത്ര്യവും ഭാര്യയ്ക്ക് നൽകി ഭാര്യയുടെ ആശയൊക്കെ നിറവേറ്റി ഇങ്ങനെ ഇത്രയും നല്ലൊരു കുടുംബം ഈ കാലത്ത് ഉണ്ടല്ലോ എന്നോർത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാഴ്ചയാണ് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ആദർശിനും ഇവിടുത്തെ ആദർശിനും അതുപോലെ നയനയ്ക്കും സമ്മാനം നൽകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദർശിനും നയനയ്ക്ക് മാത്രമല്ല, ഈ നയനയുടെ അമ്മായിയമ്മയ്ക്കും അതായത് ആദർശിൻ്റെ അമ്മയ്ക്കും ഇത്രയധികം സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ ഇതുപോലെയൊന്നും അമ്മയും ഇത്ര സപ്പോർട്ട് അല്ലെങ്കിൽ ഇതുപോലെയൊന്നും ഒരു മരുമക്കൾക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ചോദിച്ചു, ഞങ്ങളെ അഭിനന്ദിക്കാനാണോ വന്നത്? അപ്പോഴേക്കും നയന പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെയാണ് എന്നെ നോക്കുന്നത്. ഓരോ കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന് തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും എൻ്റെ ഇഷ്ടങ്ങൾ നടത്താനും എൻ്റെ സ്വാതന്ത്ര്യത്തിനും എല്ലാത്തിനും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എന്നെ വിടുകയും അങ്ങോട്ടേക്ക് വിടണതൊക്കെ എൻ്റെ അമ്മായിയമ്മയാണ്. അവരുടെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ? എന്തായാലും സ്ത്രീകൾക്ക് ഈ വീട്ടിൽ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം മറ്റൊരു വീട്ടിലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. മാത്രമല്ല സ്ത്രീകൾ സ്വയം സമ്പാദിക്കണം എന്നൊക്കെ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഈശ്വരാ, അവള് പുകഴ്ത്തി എന്നെ അങ്ങോട്ട് പൊക്കി നാണം കെടുത്തുവാണല്ലോ. ഇതേ സമയം നമ്മുടെ ആദർശ് പറഞ്ഞു, എന്തായാലും എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ പോകുക. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ പെട്ടെന്ന് പോയാലോ, നിന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ വന്നിരിക്കുന്നത്, കമ്പനിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നീ അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ അവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിൻ്റെയും നയനയുടെയും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ എടുത്തും പിന്നെ പൊന്നാട അണിക്കുകയൊക്കെ ചെയ്തു. അത് ഞങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കാനുള്ളതാണ്. ഞങ്ങളിത് ആദരിച്ചില്ലെങ്കിൽ ആദരിച്ച കാര്യം നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ഗുണമില്ലല്ലോ, അതുകൊണ്ട് പത്രത്തിലൊക്കെ വരുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. ഇതേ സമയം ഹോസ്പിറ്റലിലെത്തിയ നമ്മുടെ നവ്യാണെങ്കിൽ ഇരുന്നങ്ങ് വേർക്കുക. ഈശ്വരാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേർത്ത് കുളിക്കുകയാണ്. അപ്പോഴേക്കും അഭി ചോദിച്ചു, ഇവിടെ AC ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇത്? ചെറിയ ഹോസ്പിറ്റലൊന്നുമല്ല, വലിയ ഹോസ്പിറ്റൽ തന്നെയല്ലേ, ഇവിടെ AC ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവളെ എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുവന്ന മാതിരി ഇനി ഇവിടെ നിന്ന് വേർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഈ AC ഉള്ളിടത്ത് ഇനി ഇതിന് മാത്രം വേർക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ പേടി. എനിക്ക് ഇങ്ങോട്ടേക്ക് ആശുപത്രിയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. ആശുപത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. പിന്നെ നീ ഇള്ളാക്കുഞ്ഞല്ലേ ആശുപത്രി എന്ന് പറഞ്ഞാൽ പേടിക്കാനായിട്ട് എന്നും പറഞ്ഞ് ജലജയും അഭിയൊക്കെ ഇവിടെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം അപ്പോൾ അവിടുത്തെ OP-യിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മാഡം കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം, നിങ്ങളുടെ ടോക്കൺ ആയിരുന്നു, പക്ഷേ ഡോക്ടർക്ക് ഒരു എമർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ 1 മണിക്കൂർ കൂടി ലേറ്റ് ആവും, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നവ്യ ചാട്ടി അടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് പറ്റത്തില്ല ഇവിടെ വെയിറ്റ് ചെയ്യാനൊന്നും, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്, നാളെ വേണമെങ്കിൽ വരാം, ഇനി എത്ര നേരം പറഞ്ഞ് ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അഭിയും ജലജയും കൂടെ പറഞ്ഞു, അവിടെ ഇരുന്നേ പറ്റത്തില്ല, എന്തായാലും വന്നതല്ലേ, ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, നാളെ എനിക്ക് തിരക്കുണ്ട്, നാളെ ഒന്നും നിന്നെ ആശുപത്രി കൊണ്ടുപോലും ഒന്നും എനിക്ക് നടക്കത്തില്ല. അപ്പോൾ ജലജയും പറഞ്ഞു, എനിക്കും പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇതേസമയം മഹിളാ സംഘടനയുടെ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും നയനയോട് അവിടെയുള്ള എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് ആദർശിൻ്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് വേണ്ടത്? കാരണം ഇത്രയധികം ഈ കുടുംബത്തിന് അഭിമാനകരമായൊരു മുഹൂർത്തമാണ് ഉണ്ടാക്കി തന്നത് നയന. അപ്പം നീ പറ മോളെ, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ സ്വർണ്ണമോ പണമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഈ കുടുംബത്തിൽ എല്ലാവരും എന്നോട് സംസാരിക്കണം എന്നാണ്, എന്നോട് ആരും സംസാരിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ദേവയാനിയോട് നമ്മുടെ കെട്ടിയോൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, ദേവയാനി നീ പറഞ്ഞൊക്കെ കേട്ടല്ലോ എന്ന് മുത്തശ്ശിയും കെട്ടിയോനും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, എന്തൊക്കെ ആയാലും ഇവളെ എടുത്ത് തലയിൽ വെക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇവൾ എന്നാക്കെ പുകഴ്ത്തി പുറക്കി പറഞ്ഞു കഴിഞ്ഞാലും ഇവളെന്നാക്കെ സോപ്പിട്ട് കഴിഞ്ഞാലും എൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല, ഞാൻ മാറാനും പോണില്ല എന്നും പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ ആദർശ് പറഞ്ഞു, ഞാൻ പോവാം ഓഫീസിലേക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും ഇത്രയും നേരമായില്ലേ, ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോയാൽ മതി, ഓഫീസിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോയാൽ മതി. ഈശ്വരാ, ഇത്രയും ലഞ്ച് കഴിക്കണ സമയം വരെ ഇവിടെ നിൽക്കുമ്പോൾ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവളുമായിട്ട് സംസാരിക്കേണ്ട വരും, അല്ലെങ്കിൽ അമ്മയുടെ ടെൻഷൻ, ഇതിനിടയ്ക്ക് ഞാൻ കിടന്ന് പെട്ടുപോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.